ഹായ് ഓൾ, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും PSC മെൻറ്ററിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ 10th പ്രിലിംസ് ഏകദേശമൊക്കെ തീരാറായി അല്ലേ, തേർഡ് സ്റ്റേജിലേക്ക് എത്തുക. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 10th മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. അത് മാത്രമല്ല, നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ ഇട്ട് നിൽക്കുക. ഇപ്പോൾ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ എല്ലാം ആപ്ലിക്കേഷൻ ഇട്ടവരുണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ്. 10th പ്രിലിംസിന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ 10th മെയിൻസിന് അത് വരും. 10 മാർക്കിന് ഇംഗ്ലീഷ് ചോദിക്കാറുണ്ട്. അതിൽ 5 മാർക്ക് നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്ക് ഗ്രാമറും 5 മാർക്ക് വൊക്കാബ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ അത് 6, 4 എന്നുള്ള രീതിയിലും വരാറുണ്ട്. എന്തായാലും 10 മാർക്കിന് നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 മാർക്കിന് എന്തായാലും ചോദിക്കുന്നതാണ് റിപ്പോർട്ട് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, അതിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഫ്രീ ബൂട്ട് ക്യാമ്പാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ PSC മെൻറ്റർ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയും ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൂടുതലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു ക്ലാസ് തരികയാണ്. നിങ്ങൾക്ക് ഫ്രീ ആണ്, തികച്ചും സൗജന്യമാണ്. ജനുവരി മാസം 15-ാം തീയതി മുതലാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ്സുകളുണ്ടാവും, 30 മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ തന്നെ റെക്കോർഡഡ് ഉണ്ടാവും. ഓരോ ദിവസവും നിങ്ങൾക്ക് ഷെഡ്യൂൾ ടൈം ടേബിൾ തന്നിട്ടാണ് ക്ലാസ് തരുന്നത്. അപ്പോൾ ആ ക്ലാസ് ആ ദിവസം ലൈവ് ഉണ്ടാവും, അതിൻ്റെ റെക്കോർഡഡ് ഉണ്ടാവും. ക്ലാസ്സിൻ്റെ ഹാൻഡ് ഔട്ട് നോട്ട് ഞങ്ങൾക്ക് തരും. വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും. വർക്ക്ഷീറ്റ്, അതായത് വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ മാത്സ് സബ്ജക്റ്റിന് വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണോ നമ്മുടെ പ്രീമിയം ബാച്ചിന് എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ബൂട്ട് ക്യാമ്പിൽ കൊടുത്തത്. അപ്പോൾ ഇന്ന് തന്നെ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്കൊരു ചാൻസ് ആണത്. ഏറ്റവും ടോപ്പ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നൊരു ചാൻസ് മിസ്സായി കളയരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ട് സ്പീച്ചിന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് കുറേ ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. അതിനോടൊപ്പം അതെങ്ങനെ ചെയ്തു എന്നുള്ളത് കൂടി പറഞ്ഞു പോകാം. ഓക്കെ, നോക്കുക. നമ്മളിവിടെ ഗോപു സെയ്സ് ഐ ആം നോട്ട് വെൽ ഓൺ റിപ്പോർട്ടിംഗ് ദിസ് സെൻറ്റൻസ് വി ഗെറ്റ്, നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണെന്ന് നോക്കണം. റിപ്പോർട്ടിംഗ് വെർബ് നോക്കുമ്പം അവിടെ നമുക്ക് 2 രീതിയിൽ തരാം. ഒന്നുകിൽ സേ എന്ന് തരാം, അല്ലെങ്കിൽ സെയ്സ് എന്ന് തരാം. ഇതൊരു ഫോമാണ്. അല്ലെങ്കിൽ എന്തെന്ന് തരാം, സെഡ് എന്ന് തരാം. ഇത് രണ്ടും പ്രസൻറ്റും ഇത് പാസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ സെയ്സ് ആണ്, സോ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് മതി, പാസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? എന്നാൽ സെഡ് ആണെങ്കിൽ മാത്രം അവിടെ പാസ്റ്റ് ആക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഗോപു ആണ് പറഞ്ഞത്. ഗോപു ആയതുകൊണ്ട് തന്നെ ഐ എന്താകണം, ഹീ ആവണം. അപ്പോൾ ഹീ ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇത് രണ്ടും തെറ്റല്ലേ? കാരണം മൂന്നാമതൊരാളാണത് പറയുന്നത്. ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗോപു ഒരാളോട് പറഞ്ഞു. ആരോടോ പറഞ്ഞു, എന്നോടോ ആരോടോ പറഞ്ഞു. അയാൾക്ക് സുഖമില്ല അല്ലെങ്കിൽ അവന് സുഖമില്ല. അപ്പോൾ ഐ എന്താകണം, ഹീ അല്ലെങ്കിൽ ഷീ. ഇവിടെ ഗോപു ആയതുകൊണ്ട് ഹീ വരും. അപ്പോൾ ഐ വരുന്ന രണ്ടുമല്ല വെട്ടി, പിന്നുള്ളത് ഹീ ആണ്. ഇവിടെ മക്കളെ നോക്കുക, ആമെന്ന് പറയുന്ന ഓക്സിലറി ആം എന്തായിട്ട് മാറണം? സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പാസ്റ്റ് ആകണം. പക്ഷേ അത് എങ്ങനെയാണെങ്കിൽ മാത്രം, സെഡ് ആണെങ്കിൽ മാത്രം. ഇവിടെ പാസ്റ്റ് ആകേണ്ട, പ്രസൻറ്റ് തന്നെ ആകണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈസും വാസും ആണ് കൊടുത്തിരിക്കുന്നത്. വാസ് പാസ്റ്റ് ആണ്, അപ്പോൾ പ്രസൻറ്റ് തന്നെ ആകണമെങ്കിൽ ഏതാണ് ശരി? എ ആണ് ശരി. ഗോപു സെയ്സ് ദാറ്റ് ഹീ ഈസ് നോട്ട് വെൽ. ഒന്നുകൂടെ പറയാം, സെയ്സ് എന്നാണ്. സോ റിപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് പ്രസൻറ്റിൽ തന്നെ എഴുതണം, പാസ്റ്റ് ആക്കണ്ട. ആദ്യം ഐ നോക്കി, ഐ ഹീ ആകണം. ഹീ ഉള്ളത് രണ്ടും ഏതൊക്കെ, എയും ബിയും ആണ്. രണ്ടാമത് നോക്കിയത് പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ നോക്കുക. ഇവിടെ പാസ്റ്റ് വരേണ്ട കാര്യമില്ല, പ്രസൻറ്റ് തന്നെ വരണം. അതുകൊണ്ട് വാസ് വരണ്ട, പിന്നെ ഏതെഴുതി, ഈസ് എഴുതി. ഓക്കെ അല്ലേ, സെറ്റല്ലേ? ശരി, അടുത്ത് നമ്മൾ നോക്കുക. ഹീ സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ്. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ നോക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പോർട്ടിംഗ് വെർബ് സേ ആയിരുന്നുവെങ്കിൽ പ്രസൻറ്റിൽ തന്നെ വന്നാൽ മതിയായിരുന്നു. ഇവിടെ സെഡാണ് വന്നത്. സോ ഇതെന്തായിട്ട് പോകണം, പാസ്റ്റ് ആവണം. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരും, സാറേ ഇതെങ്ങനെ പാസ്റ്റ് ആക്കും? മക്കളെ വേറെ ഒന്നും ചെയ്യണ്ട. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കുക. ആ ഓക്സിലറി അങ്ങ് പാസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ സെൻറ്റൻസ് മുഴുവൻ പാസ്റ്റ് ആയിക്കോളും. ഇവിടുത്തെ ഓക്സിലറി ആരാ? ഹാവ് ആണ് ഓക്സിലറി. ഹാവ് എന്നുള്ളത് എൻ്റെ പാസ്റ്റ് എന്തുവാ, ഹാഡ്. ഹാവ് തന്നാലും ഹാസ് തന്നാലും അതിൻ്റെ പാസ്റ്റ് ഹാഡ്. അപ്പോൾ ഹാഡ് ഉള്ളത് ഇതിൽ ഏതാണെന്ന് നോക്കിയേ, ഒരാളേ ഉള്ളൂ, ഇത്. അപ്പം തന്നെ ഉറപ്പിച്ചു, എളുപ്പമല്ലേ? ഹി സെഡ് ദാറ്റ് ഹി, ഐ എന്നുള്ളത് എന്താവണം,
ഹീ ആകണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാവിൻ്റെ പാസ്റ്റ് എന്തുകൊണ്ടാണ് ഇവിടെ പാസ്റ്റ് ആക്കിയത്? എന്തുകൊണ്ടാണ് പാസ്റ്റ് ആക്കിയത്? യെസ്, ഹാവ് ഹാഡ് ആക്കിയത് എന്തുകൊണ്ടാണ്? സെഡ് വന്നതുകൊണ്ട്. സെഡ് പാസ്റ്റിലാണ്. സോ ഇവിടെ എന്താകണം? പാസ്റ്റ് ആകണം. ഹാവ് എന്തായി? ഹാഡായി. അപ്പോൾ എളുപ്പമല്ലേ? ഇത് മൂന്നും കളഞ്ഞു നമ്മൾ. ഇത് മൂന്നും നമ്മൾ കളഞ്ഞു. ആദ്യത്തെ നോക്ക്, ഹാസ് ഒരിക്കലും വരില്ല, കാര്യം അത് പ്രസൻറ്റ് തന്നെയാണ്, അതിവിടെ വരില്ല. അത് വരണമായിരുന്നുവെങ്കിൽ ഇവിടെ എന്താവുമായിരുന്നു? സേ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഓക്കെ, അല്ലെങ്കിൽ സെയ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ ഓക്കെ. പക്ഷേ ഇവിടെ സെഡാണ്, അപ്പോൾ ഇവിടെ പാസ്റ്റ് ആവണം. അതുകൊണ്ട് ഹാസ് വരത്തില്ല. ഈസ് എന്തായാലും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹാവ് അല്ലെങ്കിൽ ഹാസ് മാറുമ്പോൾ ഹാഡേ വരത്തുള്ളൂ. മനസ്സിലായോ? അത് പിന്നെ എന്താകേണ്ട കാര്യമില്ല, ഈസ് ആയിട്ട് വരത്തില്ല, ഇതുമല്ല. അപ്പോൾ ഏതാ ശരി? ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഗീത സെറ്റ് മൈ ബുക്ക് വിൽ ബി റിലീസ്ഡ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫങ്ഷൻ. ഇവിടെ നോക്കുക നിങ്ങൾ, മൈ ബുക്ക് വിൽ ബി റിലീസ്ഡ് ടുമോറോ അറ്റ് എ മോഡസ്റ്റ് ഫങ്ഷൻ. മൈ ബുക്ക്, ആരുടെ ബുക്ക്? ഗീതയുടെ ബുക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവളുടെ ബുക്ക്, ഹർ ബുക്ക്, ഹർ ബുക്ക്. ഇനി നോക്കുക, റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണ്, അപ്പോൾ പാസ്റ്റ് ആകണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഗീത സെഡ് കിടപ്പുണ്ട്, ദാറ്റ് കിടപ്പുണ്ട്. മൈ ബുക്ക് എന്നുള്ളത് മാറി ഹർ ബുക്ക് ആവണം. ഹർ ബുക്ക് ഇവിടെ ഒരാളേ ഉള്ളൂ, ബി മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. വില്ല് മാറുമ്പോൾ എന്താകണം? വുഡാകണം. പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ വില്ല് എന്താകണം? വുഡാകണം. ബി റിലീസ്ഡ് ടുമോറോ എന്നുള്ളത് മാറുമ്പോൾ ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്നുള്ളത് മാറുമ്പോൾ എന്താകണം? ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ എന്നുള്ളത് എന്താകും? ദ പ്രീവിയസ് ഡേ. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളത് ടുമോറോ. അപ്പോൾ ഇവിടെ നോക്കുക, റിലീസ്ഡ്, വുഡ് ബി റിലീസ്ഡ് വരെ ശരിയാ. ദ നെക്സ്റ്റ് ഡേ അറ്റ് എ മോഡസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ ഓപ്ഷൻ ബി തന്നെയാണ് ശരി. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, കാരണം 4 ഓപ്ഷനിൽ വുഡ് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ നെക്സ്റ്റ് ഡേക്ക് പകരം ടുമോറോ തന്നെ. തെറ്റാണ്. ദ നെക്സ്റ്റ് ഡേ ഉണ്ടെങ്കിൽ ആ നെക്സ്റ്റ് ഡേ തന്നെ നമുക്കവിടെ എഴുതാം. മനസ്സിലായോ? അപ്പോൾ ദ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടുമോറോ മാറ്റി എഴുതും. നമ്മളെപ്പോഴും മാറ്റി എഴുതുന്നത് ടുമോറോ മാറ്റുമ്പോൾ ദ നെക്സ്റ്റ് ഡേ ആകും, യെസ്റ്റർഡേ മാറ്റുമ്പോൾ ദ പ്രീവിയസ് ഡേ ആകും, ടുഡേ മാറ്റുമ്പോൾ ദാറ്റ് ഡേ ആകും. മറന്നു പോകരുത്, ഇത് മറന്നു പോകരുത്. മനസ്സിലായോ? ടുഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? ദാറ്റ് ഡേ ആയിട്ട് മാറും. ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആകും, യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ആകും. പിന്നെ വിൽ എന്തായിട്ട് മാറും? വുഡ് ആകും. ഷോൾ എന്താകാം? ഷുഡ് ആകാം. ക്യാൻ എന്താകാം? കുഡ് ആകാം. മേ എന്താകാം? മൈറ്റ് ആകാം. ഇനി വുഡിൽ തന്നെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട, വുഡ് അങ്ങനെ തന്നെ എഴുതുന്നു. ഷുഡിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഷുഡ് അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇത് തന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എഴുതുക. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, ഇതിൻ്റെ കൂടെ ഓർത്ത് പോവുക. നോക്കുക, ഹീ സെറ്റ് ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ. ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദി സെൻറ്റൻസ് ഈസ്, നോക്ക് മക്കളെ, വെർബ് സെഡ് പാസ്റ്റ്, അപ്പോൾ സെൻറ്റൻസ് പാസ്റ്റ് ആകണം. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. തന്നിരിക്കുന്ന സെൻറ്റൻസ് തന്നെ പാസ്റ്റിലാണ്. നമുക്കറിയാം, പ്രസൻറ്റ് തന്നു കഴിഞ്ഞാൽ പാസ്റ്റിലാക്കും. ഈസ് തന്നാൽ വാസാക്കണം, ആറ് തന്നാൽ വേറെ ആക്കണം, ഹാസ് തന്നാൽ അല്ലെങ്കിൽ ഹാവ് തന്നാൽ ഹാഡ് ആക്കണം. പക്ഷേ ഇവിടെ പാസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ ഓക്സിലറി ആരെന്ന് നോക്കും. ഇവിടെ ഓക്സിലറി ഇല്ല. അപ്പോൾ ആരെ നോക്കണം? വെർബിനെ നോക്കണം. ബോട്ടാണ് തന്നിരിക്കുന്നത്. അതായത് ബോട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയുടെ ഡിഡ് ഫോം. ബൈയുടെ ഡിഡ് ഫോമാണ് തന്നിരിക്കുന്നത്. ബൈയുടെ പാസ്റ്റ് ഫോം ആണല്ലോ. ഇപ്പോൾ നമുക്ക് കെയിം തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കാം? കമ്മിൻ്റെ ഡിഡ് ഫോം. ഓക്കെ, കം പ്ലസ് ഡിഡ്. വെൻ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഗോ പ്ലസ് ഡിഡ് ഫോം. ഗോയുടെ ഡിഡ് ഫോം മനസ്സിലായാലും. അപ്പോൾ ബൈയുടെ ഡിഡ് ഫോം. അങ്ങനെ ഒരു ഡിഡ് ഫോമിലാണ് അല്ലെങ്കിൽ വെർബിൻ്റെ പാസ്റ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ മാറ്റേണ്ടത് ഹാഡ് പ്ലസ് V3. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റൈറ്റിൻ്റെ മൂന്നാമത്തെ ഫോം റിട്ടേൺ എന്നൊക്കെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ബോട്ട് V3 ഫോമും ബോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആര് കൂടെ വരണം? ഹാഡ് വരണം. അപ്പോൾ ഇവിടെ V3, ബോട്ടിൻ്റെ V3 ആര് തന്നെ? ബോട്ട് തന്നെ. അപ്പോൾ നമ്മൾ ആരെ കൂടെ ആഡ് ചെയ്താൽ മതി? ഹാഡ് കൂടെ ആഡ് ചെയ്താൽ മതി. ഐ എന്താകും? ഹീ ആകും. അപ്പോൾ ഇവിടെ എല്ലാം ഹീ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിട്ടു. രണ്ടാമത് നമ്മൾ നോക്കേണ്ട ആര് വരണം? ഹാഡ് വരണം. എവിടെയുള്ളൂ? ഓപ്ഷൻ സി. ബാക്കിയൊക്കെ വേണ്ട. കാര്യം റൂൾ എന്താ? സിമ്പിൾ പാസ്റ്റ് തന്നു കഴിഞ്ഞാൽ, ഡിഡ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അതാണ് നമ്മൾ ചെയ്തത്.
ഞാൻ ഇത്രയും നേരം സിമ്പിൾ പാസ്റ്റും പറഞ്ഞില്ല, പാസ്റ്റ് പെർഫെക്റ്റും പറഞ്ഞില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആകും. കാരണം അയ്യോ അത് ഇനിയും പഠിക്കണോ, 10ാം ക്ലാസ് പഠിച്ചു അല്ലെങ്കിൽ +2 പഠിച്ച് എപ്പോഴും നമ്മൾ ഒരുപാട് വഴക്ക് കേട്ടതാണ്, ഇനിയും പഠിക്കണമെന്നൊക്കെയുള്ള ചിന്ത വരും. അതൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഹെൽപ്പിംഗ് വെർബിനെ പാസ്റ്റ് ആക്കണം. ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ വെർബിനെ പാസ്റ്റ് ആക്കണം. ഇനി ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെയാണ് വെർബ് തന്നിരിക്കുന്നതെങ്കിൽ, അത് പ്രസൻ്റ് ആണെങ്കിൽ ആ വെർബിനെ അതേപോലെ പാസ്റ്റ് ആക്കുന്നു. പാസ്റ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹി ഹാഡ് കൂടെ ചേർത്ത് V3 ആക്കി കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ തന്നിരിക്കുക, റോട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെർബാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഹാഡ് പ്ലസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ റൈറ്റിൻ്റെ മൂന്നാമത്തെ പോ, ഹാഡ് പ്ലസ് റിട്ടേൺ. ഓക്കെ അല്ലേ? നോക്കുക, കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. യു മേ ലീവ് ദ റൂം. യു മേ ലീവ് ദ റൂം സെറ്റ് തന്നെയാണ്. സോ ഉറപ്പിച്ചോ, പാസ്റ്റാ. ഓക്കെ അല്ലേ? മേ എന്ന് പറഞ്ഞാൽ എന്താകണം? മൈറ്റ് ആകണം. ഇവിടെ മൈറ്റ് ഉണ്ടോ? ഉണ്ട്. എവിടെയൊക്കെ ഉണ്ട്? ഇവനിലും ഉണ്ട്, ഇവനിലും ഉണ്ട്. അപ്പോൾ മറ്റവന്മാർ രണ്ടും അല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നോക്കുക, യു മേ ലീവ് ദ റൂം സെറ്റ് ദ പ്രിൻസിപ്പൾ. ആരോട് പറഞ്ഞു? അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്നോട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലായിടത്തും ഐ തന്നിരിക്കുന്നത്. ആരോട് പറഞ്ഞു എന്ന് കൊടുത്തിട്ടില്ല, അപ്പോൾ എന്നോട് തന്നെയാണ് പറഞ്ഞപ്പോൾ എന്നോടാ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ. അപ്പം ഞാനാണ് ഇറങ്ങിപ്പോവേണ്ടത് അല്ലേ? അപ്പോൾ യു എന്നുള്ളത് ഇവിടെ എന്താകണം? ഐ ആകണം. മേ എന്താകണം? മൈറ്റ് ആകണം. ഓക്കെ അല്ലേ? പിന്നെ എന്താകണം? ലീവ് ദ റൂം. ഇവിടെ നോക്കടാ, ഇവിടെ ഇതും ശരിയാ, ഇതും ശരിയാ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? PSC ക്വസ്റ്റ്യൻ തെറ്റി, ഇത് ഡിലീറ്റ് ചെയ്യും. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. കാര്യം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, സെയ്സാണ്, ഇവിടെ സെറ്റാ. നമുക്ക് എന്താകേണ്ടത്? സെറ്റാകേണ്ടത് പാസ്റ്റാണ് ആകേണ്ടത്. അപ്പോൾ ഇതുമല്ല, ഇതുമല്ല. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ അതൊന്നുകൂടെ നോക്കുക. പ്രിൻസിപ്പൽ സെറ്റ് പാസ്റ്റാണ് വരേണ്ടത്, അതുവരെ ശരിയാ. ഐ, യു എന്നുള്ളത് ഇവിടെ ഐ ആണ്, കാരണം പ്രിൻസിപ്പൽ സെറ്റ് എന്നേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ എന്നുള്ള രീതിയിൽ യു ഐ ആയിട്ട് മാറി. മേ മൈറ്റ് ആകുന്നു, ലീവ് ദ റൂം. എന്തുകൊണ്ടാണ് മൂന്നാമത്തെ വരാത്തത്? അവിടെ സെയ്സ് എന്ന് തന്നെയാണ്. ഇനി മനസ്സിലായോ? അവിടെ സെയ്സ് എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. അവിടെ എന്താ വരാൻ പറ്റത്തില്ല? എന്തുകൊണ്ടാണ് മൂന്നാമത് വരാത്തത്? അത് സെയ്സ് എന്ന്, അവിടെ ഇത് ചേരത്തില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ശരി. ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ് എന്ത് വരും? നോക്കിയേ, ഇവിടെ ആരോ പറഞ്ഞു എന്നുള്ള ഹീ സെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹീ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഐ എന്താകണം? ഹീ ആകണം. അപ്പോൾ ഇതല്ല, വെട്ടി. ബാക്കി മൂന്നും എല്ലാം ആരാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുത്തു, അതല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി ഇവിടെ നോക്കുക, ഞാൻ ഇത്രയും നേരവും പറഞ്ഞു ഓക്സിലറി ഉണ്ടെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ആക്കണം അല്ലേ? അതിൻ്റെ പാസ്റ്റ് ആക്കണം. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, റിപ്പോർട്ടിംഗ് വെർബ് തന്നിട്ടില്ല, ഓപ്ഷനിലെല്ലാം സെറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനില്ല. സെറ്റ് ആയതുകൊണ്ട് തന്നെ പാസ്റ്റ് തന്നെയാണ് വരേണ്ടത്. സെറ്റാണ് എല്ലാത്തിലും തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പാസ്റ്റാണ് വരേണ്ടത്. അപ്പോൾ മനസ്സിലായി, പാസ്റ്റ് ഓക്സിലറിയുടെ പാസ്റ്റ്. ഇവിടെ ഓക്സിലറി ഉണ്ടോ? ഇല്ല. ആരേ ഉള്ളൂ? വെർബേ ഉള്ളൂ. ഓക്സിലറി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? വെർബിൻ്റെ പാസ്റ്റ്. വെർബിൻ്റെ പാസ്റ്റ്, വിഷിൻ്റെ പാസ്റ്റ് എന്താ? വിഷ്ഡ്. എവിടെയാണ് ഉള്ളത്? ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി. എ എന്തായാലും എല്ലാം നേരത്തെ പറഞ്ഞു, കാരണം സബ്ജക്റ്റ് ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതേ വരത്തുള്ളൂ? ഓപ്ഷൻ ബി. എളുപ്പമല്ലേ? ബാക്കി രണ്ട് നമ്മൾ നോക്കിയതേ അല്ല, കാരണം നമുക്ക് ആവശ്യമില്ല. നമുക്കിവിടെ സെറ്റ് തന്നു, പാസ്റ്റ് ആക്കണം. ഓക്സിലറി ഉണ്ടോ നോക്കി, ഇല്ല. തൊട്ടടുത്ത് വെർബ് കിടപ്പുണ്ട്, ആ വെർബിനെ എടുത്ത് അങ്ങ് പാസ്റ്റാക്കി. വിഷ് എന്തായി? വിഷ്ടായി. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് എന്തിലേക്ക് മാറുന്നു. അപ്പോൾ സബ്ജക്റ്റ് മാറുക എന്ന് പറയുമ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവാണ്. ഐ എന്താകണം? ഹീ അല്ലെങ്കിൽ ഷീ ആകണം. യു എന്താകണം? യു ഇവിടെ എന്തൊക്കെയാകാം? ഹീ ആകാം, ഷീ ആകാം, ഐ ആകാം, വി ആകാം, ദേ ആകാം. ആരോട് പറയുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് മാറാം. പിടികിട്ടിയോ? മനസ്സിലായല്ലോ ആർക്കും? ഇവിടെ നോക്ക്, ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇത്രയും നേരം ചെയ്തത് നോക്കടാ, നമ്മൾ സെൻറ്റൻസാണ് ചെയ്തത്. ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു? സെൻറ്റൻസ് ചെയ്തു. ദാ സബ്ജക്റ്റ് വെർബ് എന്നുള്ള രീതിയിൽ ചെയ്തു. സബ്ജക്റ്റ് വെർബ് എന്നുള്ള രീതിയിൽ ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സബ്ജക്റ്റ് വെർബ് എന്നല്ല, അവിടെ ആദ്യം വെർബിൽ അല്ലെങ്കിൽ ഓക്സിലറിയിലാണ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് അതിൻ്റെ പേരെന്താണ്? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഇനി
പഴയതിലോട്ട് വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ദാറ്റില്ലേ, ഒരു കണക്ട് ചെയ്യാനായിട്ട് ഒരു വേർഡ് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? സാധാരണ ഒരു സെൻറ്റൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബം തന്നിരിക്കുകയാണെങ്കിൽ അവിടെ ദാറ്റ് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? അതാണ് ആലോചിക്കുക. യെസ് ഓർ നോ ആണെങ്കിൽ അവിടെ ഒന്നുകിൽ വെതർ വരും, അല്ലെങ്കിൽ ഇഫ് വരും. ഇവിടെ എല്ലാത്തിലും വെതർ വന്നിട്ടുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല. ഒന്നുകിൽ വെതർ വരും, അല്ലെങ്കിൽ ഇഫ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദാറ്റ് ആണെങ്കിൽ തെറ്റാണ്. കാരണം യെസ് ഓർ നോ ആണെങ്കിൽ ഒന്നുകിൽ വെതർ അല്ലെങ്കിൽ ഇഫ്, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനി നോക്കുക, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്? ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് വെദർ ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടോപ്പിക്. എടാ ഇവിടെ നോക്ക്, ആസ്ക്ഡ് ആണ്, പാസ്റ്റ് ആകണം അല്ലേ? അപ്പോൾ ഹാവ് വരുമോ? ഹാവ് പ്രസൻ്റ് അല്ലേ? അപ്പോൾ ഇത് തെറ്റ്, കളഞ്ഞു. അടുത്ത് നോക്കുക, ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ്, അപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് വരുമോ? ഇതും തെറ്റ്. അപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഇനി നോക്കേണ്ട എന്തുവാ? ഹാവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്തുവാ? ദേ ഹാഡ്. ഇതാണ് ശരി, ഇതെന്തായാലും അല്ല. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹാവിൻ്റെ പാസ്റ്റ് ആര്? ഹാഡ് ഉണ്ടോ നോക്കി. ഹാഡ് ഉള്ളത് ഏതാ? ഇതാണ്. എന്തുകൊണ്ട് ഹാഡ് നോക്കി? പ്രസൻറ്റ് പാസ്റ്റ് ആക്കണം. കാര്യം ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. ആസ്ക് ദ സ്റ്റുഡൻസ് എന്നുള്ളത് പ്രസൻറ്റ് പാസ്റ്റ് ആക്കണം എന്നുള്ളത്, അതുകൂടെ ഒന്നും എടുക്കണേ. എന്തുകൊണ്ടാണ് പ്രസൻറ്റ് പാസ്റ്റ് ആക്കണം? കാര്യം എന്തുവാ? ആസ്ക് ദ സ്റ്റുഡൻസ്. ആസ്ക് ദ സ്റ്റുഡൻസ് എന്നുള്ളത് പാസ്റ്റാണ്, അപ്പോൾ നമ്മൾ അപ്പുറത്തും പാസ്റ്റ് ആക്കണം. അതുകൊണ്ട് ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് വെദർ ദ ഹാഡ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് മാറ്റും. നെക്സ്റ്റ് വൺ, വേർ ആർ യു ഗോയിങ്? പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി സെൻറ്റൻസ് ഗിവൻ ബിലോ ഫ്രം ദ ഓപ്ഷൻ. റാം സെറ്റ് ടു ഹിസ് ബ്രദർ. റാം ബ്രദറിനോട് പറയുക. വേർ ആർ യു ഗോയിങ്? മക്കളെ ഇവിടെ WH ക്വസ്റ്റ്യനാണ്. കാരണം അവിടെ ഒരു WH വേർഡിലാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതിൻ്റെ കണക്റ്റിംഗ് വേർഡ് ഏതാണോ WH വേർഡ് അത് തന്നെയായിരിക്കും. വൈ വന്നാൽ വൈ, വേറെ വന്നാൽ വേറെ, വാട്ട് വന്നാൽ വാട്ട്, വിച്ച് വന്നാൽ വിച്ച്, വെന്ന് വന്നാൽ വെന്ന്, അത്ര ഓർത്താൽ മതി. ഇനി പഴയതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് സെറ്റാണ് പാസ്റ്റ് ആകണം. സെറ്റാണ് പാസ്റ്റ് ആകണം. നോക്കുക, ഇനി ഇവിടെ നോക്കേണ്ടത് വെയർ ആർ യു ഗോയിങ്. നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ യൂനെ വേണം മാറ്റാൻ. ആദ്യം ആരെ മാറ്റണം? യു മാറ്റണം. അപ്പോൾ വേർ കഴിഞ്ഞ് അടുത്ത യു ആരാണോ മാറുന്നത് അതുപോലെ യു ഇവിടെ ആരാ? ഹിസ് ബ്രദറാണ്. അപ്പോൾ യു എന്താകണം? ഹീ ആകണം. വെയർ ഹീ. അപ്പോൾ വെയർ ഹീ ഉള്ളത് ആരാ? ഒരാളേ ഉള്ളത്, ആടപ്പുണ്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. സാർ ഇവിടെ ആറെന്നുള്ളത് പാസ്റ്റ് ആകുമ്പോൾ വേറല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വാസു വന്നു എന്ന് ചോദിച്ചാൽ യു ആയതുകൊണ്ടാണ് ഇവിടെ ആര്? യൂന് ആരേ വരത്തുള്ളൂ? ആറേ വരത്തുള്ളൂ. യു മാറി ഹീ ആകുന്നു. ഹീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ഫോമാണ്. അതിന് വരുന്നത് ഓക്സിലറി ആരേ വരത്തുള്ളൂ? വാസേ വരത്തുള്ളൂ. അപ്പോൾ യു മാറുമ്പോൾ യു മാറി ആരാകുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. യു മാറി ദേ ആണെങ്കിൽ ഓക്കെ വേറാണ്, ശരിയാണ്. യു മാറി ഹീ ആണ് അല്ലെങ്കിൽ ഷീ ആണെങ്കിൽ അവിടെ എന്തേ വരത്തുള്ളൂ? വാസ്. അതുകൊണ്ടാണ് ഏത് ശരി? ഇത് ശരി. അപ്പോൾ രണ്ടാമത്തെ എന്തുകൊണ്ടാണ് തെറ്റ്? ഹീക്ക് മുന്നിലാ വാസ്. നമുക്കെപ്പോഴും ആരാദ്യം വരണം? സബ്ജക്റ്റ് വേണം ആദ്യം വരാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി, ബാക്കി മൂന്നും തെറ്റ്. ശരിയല്ലേ? അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഡു യു വാണ്ട്. ഷീ ആസ്ക്ഡ് ഹിം പാസ്റ്റ് ആണ് വരേണ്ടത്. ഡു എന്താകണം? ഡിഡ് ആകണം. അതിന് മുമ്പ് ആരെ കൊണ്ടുവരണം? യുവിനെ കൊണ്ടുവരണം. ഹിമ്മിനോടാണ് ചോദിക്കുന്നത്, അപ്പോൾ യു എന്നുള്ളത് ഹീ ആകുന്നു. അപ്പോൾ ഹീ ഉള്ളത് ആരാ? മൂന്ന് പേര്, എല്ലാത്തിലും ഹീ ഉണ്ട്, എല്ലാത്തിലും ഹീ ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്താ ചെയ്യുക? വാട്ട്സ് ഹീ, ഓക്കെ അല്ലേ? ഡിഡ് വാണ്ട്. ഒരു വൃത്തികേടില്ലേ? ഇങ്ങനെ വരത്തുള്ളൂ. എന്തായാലും അപ്പോൾ ഇതല്ല, ഒരു വൃത്തികേടില്ലേ? ഡിഡ് കഴിഞ്ഞിട്ട് വെർബ് കൂടെ കാണുമോ? ഇടയ്ക്കൊരു നോട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിഡിനെ വാണ്ടിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ വാട്ട് ഹീ വാണ്ടഡ്. വാട്ട് ഹീ വാണ്ടഡ്. സംശയം ഉണ്ടോ? കെയിം എന്ന് എഴുതുമോ? ഡിഡ് കം എന്ന് എഴുതുമോ? കെയിം എന്ന് തന്നെയല്ലേ എഴുതൂ. അതായത് കമ്മിൻ്റെ ഡിഡ് ഫോം അതുപോലെ തന്നെയാണ്. അപ്പോൾ വാട്ട് ഹീ വാണ്ടഡ് ഏതാ ശരി? ഇതാ ശരി. ഐ സെഡ് ആർ യു ഹാപ്പി. സെഡ് പാസ്റ്റ് ആകണം.
കണക്റ്റിംഗ് വേർഡ് ഒന്നുകിൽ ഇഫ് അല്ലെങ്കിൽ വെതർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരെ ആദ്യം കൊണ്ടുവരണം? എപ്പോഴും ക്വസ്റ്റ്യനിൽ ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞിട്ടായിരിക്കും വെർബ്. നമ്മൾ ആദ്യം വെർബിനെ കൊണ്ടുവരണം. യു ആണ്. ഐ സെഡ് ആർ യു ഹാപ്പി? ഞാൻ ഒരാളോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഹീ ആണ്. യു എന്തായി? ഹീ ആയി. ആറിൻ്റെ പാസ്റ്റ് ഇവിടെ വാസ്. കാരണം ഹീ എന്തായതുകൊണ്ട്? സിംഗുലർ ആയതുകൊണ്ട്. ഹീ വാസ് ഹാപ്പി. ഏതാ ശരി? ഓപ്ഷൻ സി. നമ്മളിവിടെ നോക്കിയാൽ അറിയാം, 1 മിനിറ്റിൽ താഴെ മാത്രമേ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്നുള്ളൂ. അത്രേ പാടുള്ളൂ. ഇനി ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് സമയം കുറച്ചുകൂടി ആവുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഇത്ര പോലും ആവത്തില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇത്ര പോലും ആവത്തില്ല. 10 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടുപിടിച്ച് തെറ്റ് എന്ന് കണ്ടുപിടിക്കുന്നു, തെറ്റ് വെട്ടി കളയുന്നു, ആൻസർ മാത്രം മാർക്ക് ചെയ്ത് പോകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് റിപ്പോർട്ട് ഫോം ഓഫ് ഡിഡ് ഹി റൈറ്റ് ദ എക്സാം? മക്കളെ നോക്കുക, ഡിഡ് ഹി റൈറ്റ് ദ എക്സാം പാസ്റ്റിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് ഓർത്ത് വയ്ക്കുക, ഡിഡിൻ്റെ കൂടെ വെർബ് തന്നാൽ എന്താകണം? ഹാഡ് പ്ലസ് V3. ഹാഡ് ഉള്ളത് ആരാ? അതടപ്പുണ്ട്. ഓപ്ഷൻ ബി. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, എളുപ്പമാണ്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഡിഡിൻ്റെ കൂടെ വെർബ് വന്നു, ഹാഡ് പ്ലസ് V3 വരണം. റൈറ്റിൻ്റെ മൂന്നാമത്തെ ഫോം റിട്ടേൺ അല്ലേ? അപ്പോൾ ഹാഡ് റിട്ടേൺ. ഇതെന്തായാലും വരില്ല. പിന്നെ ആര് വരത്തില്ല? ഇതെന്തായാലും വരില്ല. ഇത് പ്രസൻ്റാണ്, പാസ്റ്റാണ് വരേണ്ടത്. ഇതെന്തായാലും വരില്ല. വില്ല് മാറുമ്പോഴേ വുഡ് ആവത്തുള്ളൂ. ഒരിക്കലും ഡിഡ് മാറി എന്താവത്തില്ല? വുഡാവത്തില്ല. എളുപ്പമല്ലേ? നോക്കുക, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു അഡ്വൈസോ ഒരു റിക്വസ്റ്റോ ഒരു കമാൻഡോ ഒക്കെ വരുന്നത് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. അവിടെ നോക്കുക, ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ്. അവിടെ നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ടു ചേർക്കും, അല്ലെങ്കിൽ നോട്ട് ചേർക്കും. കാരണം ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നോട്ടു ആണ് ചേർക്കേണ്ടത്. ഇത് നെഗറ്റീവാണ്, ഡോണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് ഡോണ്ട് കിൽ ഹർ. തെറ്റ്. ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽ ഹർ. ശരിയാണോ തെറ്റാണോ? ഇതാണ് ശരി. അവിടെ പിന്നെ പാസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ ബി, ദ ലേഡി റിക്വസ്റ്റഡ് ദ തീഫ് നോട്ട് ടു കിൽ ഹർ. മനസ്സിലായോ? ബെഗർ സെഡ് ടു രാമു ഗീവ് സം വാട്ടർ. അതേപോലത്തെ ക്വസ്റ്റൻ ആണ്. അപ്പം ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്, ടു ചേർക്കണം അല്ലെങ്കിൽ നോട്ട് ചേർക്കണം. ഇവിടെ സാധാ പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടു തന്നെ ചേർത്താൽ മതി. ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ ആണോ, ടു ഗീവ് വാട്ടർ ആണോ, ടു ഗീവ് എന്ത് വേണം? റിക്വസ്റ്റഡ് തന്നെയാണ്. കാരണം റിക്വസ്റ്റ് ചെയ്തു, എന്താണ്? കുറച്ച് വെള്ളം തരുമോ? ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ. ഇവിടെ സമ്മില്ല, കട്ട് ചെയ്താൽ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. സം വാട്ടർ എന്ന് തന്നെ എഴുതിയാൽ മതി. ഇവിടെയല്ല. അപ്പോൾ ഏതാണ്? ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പം നമുക്ക് ഒരുവിധം പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് അവകാശവാദമൊന്നും എനിക്കില്ല. എങ്കിലും നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ നിന്ന് ഒന്ന് എനിക്ക് എഴുതാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പ് ആരും എണീറ്റ് പൊക്കളരുത്. ഫ്രീ ബൂട്ട് ക്യാമ്പിൻ്റെ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ഫ്രീ ആയിട്ടാണ് നമ്മളെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടാൻ പോകുന്നത്. കാരണം നമ്മൾ ഇനി അടുത്ത ഫോഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th +2 കോമൺ ബാച്ച് തുടങ്ങുന്നുണ്ട്. 10th പ്രിലിംസ് തീരുന്ന മുറയ്ക്ക് 10th മെയിൻസ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. 10th മെയിൻസ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കിത് ക്ലാസ് എങ്ങനെയാണ് PSC മെൻറ്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് വഴിയും അല്ലെങ്കിൽ ടെലഗ്രാം വഴി മാത്രമേ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുള്ളൂ. ക്ലാസ് ലൈവ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി, ഓൺലൈനാണ് ക്ലാസ്, ലൈവ് എന്നൊക്കെ ഓഫ്ലൈനാണെന്ന് ചിന്തിക്കേണ്ട. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരമാണ് ഫ്രീ ബൂട്ട് ക്യാമ്പ്. ജോലിയുള്ളവർക്കും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. മാത്രമല്ല PSC മെൻറ്റർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. PSC മെൻറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നത് നമ്മുടെ പഴയ റിസൾട്ടുകളാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിഗ്രി ലെവലിൽ വിജയക്കൊടി പാറിച്ചവരാണ് KS മെൻറ്റർ. അതുകൊണ്ട് തന്നെ 10th +2 ലെവലിലേക്ക് ഞങ്ങൾ അതേ ടീം തന്നെ ഇറങ്ങുകയാണ്. അതേ സീരിയസോടുകൂടി മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് തരിക എന്ന ഉദ്ദേശത്തോടുകൂടി. അപ്പോൾ എല്ലാവരും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ നമ്പരും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം പഠിക്കുക. ഷോർട്ട് ലിസ്റ്റ് കയറുക എന്നുള്ള അല്ല നമ്മുടെ ലക്ഷ്യം. റാങ്ക് ലിസ്റ്റ് കയറുക, ജോലി വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി
എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബായ്.